ഇപ്പം ഞാനീ പറഞ്ഞ 5.7 ലക്ഷം കോടി കടമെന്ന് പറയുന്നുണ്ടല്ലോ. അതായത് 2016 മുതൽ 26 വരെ 10 വർഷം കൊണ്ടാണ് 3.5 ലക്ഷം കടം കൂടുന്നത്. ഇതിനെങ്ങനെയാണ് ഈ കടം എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? നമ്മുടെ ഈ ധവളപത്രത്തിലെ ഒരു 15ഓളം പോയിന്റ് ഞാനൊന്ന് നോട്ട് ചെയ്തു. നമുക്ക് അതിനകത്ത് ഈ ആദ്യത്തെ പോയിന്റ് ഈ 5.07 lakh crore ഒരു ഇതാണ്. ഇത് മുഴുവൻ ആക്ച്വലി എടുത്തിരിക്കുന്നത് ഡെഫിസിറ്റ് ഫൈനാൻസ് ചെയ്യാനാണ്. അതായത് നമുക്ക് ഉണ്ടായിട്ടുള്ള വരവ് ചെലവിലുണ്ടായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ പെൻഷൻ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാനാകട്ടെ, ഇൻട്രസ്റ്റ് കൊടുക്കാനാകട്ടെ, സ്വാഭാവികമായിട്ട് ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ ഇതിനു വേണ്ടി എടുത്ത കടങ്ങളാണ്, അല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വന്നതല്ല. അപ്പോൾ അത് തന്നെ നമുക്കൊരു വലിയൊരു കൺസേൺ ആണ്. അപ്പോൾ ഇനി വരുന്ന അടുത്ത ജനറേഷൻ ഈ ആവറേജ് ഒരു 7-8% ഇൻട്രസ്റ്റും കൂടെ ഇതിനകത്ത് ഉണ്ടാക്കണം. ഇത് ഫ്രീ ആയിട്ട് വരുന്നതല്ലല്ലോ. 5 ലക്ഷം കോടി എന്ന് പറയുന്നത് അതിനുള്ള ഒരു മേ ബി 7% 8% വരെയൊക്കെ കോസ്റ്റുള്ള ഒരു ഫണ്ടിങ് ആണ്. അത്രമാത്രം കൂടുതൽ ചെയ്യണം. എന്നാൽ റവന്യൂ ജനറേഷൻ വരുന്നുമില്ല. ഇപ്പം ഒരു റോഡ് ഉണ്ടാക്കി അതിന് ടോള് പിരിച്ചു, അതിൽ ഒരു റവന്യൂ വരും. ഇതങ്ങനെയല്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഈ 5 ലക്ഷം കോടി രൂപയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു റീപേയ്മെൻറ്റിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ട്. ഈ 5 ലക്ഷം കോടി തിരിച്ചടവും കൂടെ ഉണ്ടെന്ന് ആലോചിച്ചോളണം. അതാരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം കൂടി വരുവാണല്ലോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കേട്ടത് കേന്ദ്രം കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന്. അല്ലാതെ ഇത് തിരിച്ചടയ്ക്കാനും അതിൻ്റെ ഇൻട്രസ്റ്റ് സർവീസ് ചെയ്യാനുള്ള കാര്യമല്ല നമ്മൾ സംസാരിച്ചിരുന്നത്. അല്ല, അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെ തിരിച്ചടയ്ക്കാം? അപ്പോൾ ഇനി എന്തായാലും ഇവർക്ക് തിരിച്ചടയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. കറക്റ്റ്. ഇവർക്ക് പലിശ അടയ്ക്കുന്ന കാര്യം ചിന്തിക്കാൻ പറ്റും. കറക്റ്റ്. മാത്രമല്ല ഇനി മുന്നോട്ട് പോകുന്ന അറ്റ്ലീസ്റ്റ് കുറച്ച് വർഷം കൂടെയെങ്കിലും അഡീഷണൽ ഇനി ഇതെടുത്തെങ്കിലേ പറ്റുള്ളൂ. അതെ, കടമില്ലാതെ പറ്റത്തില്ല. കടമില്ലാതെ നമുക്ക് ഒരു സർവൈവലില്ല.